അപ്പോൾ വെൽക്കം ടു സ്റ്റഡി വിങ് PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ച സേവനങ്ങൾ: ഡിജി കേരളം, ഇ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ, കൈറ്റ്, എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ച സേവനങ്ങൾ: ഡിജി കേരളം, കൈറ്റ്. നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ന്യൂമാലിഗഡ് റിഫൈനറി. നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ന്യൂമാലിഗഡ് റിഫൈനറി. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് സംഗീത ബറുവ പിഷാരടി. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് സംഗീത ബറുവ പിഷാരടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്ത സംസ്ഥാനം ഗോവ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്ത സംസ്ഥാനം ഗോവ. BARC വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടന്റ് വാഴ ഇനം കാവേരി വാമൻ. TBM 9. BARC വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടന്റ് വാഴ ഇനം കാവേരി വാമൻ, TBM 9. ലോകത്തിലെ ആദ്യ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീൽ. ലോകത്തിലെ ആദ്യ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീൽ. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് അസം. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് അസം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതെന്താണ്? IUCN ആണ് കേട്ടോ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN. അപ്പോൾ IUCNന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. ഓക്കെ, അപ്പോൾ അങ്ങനെയും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. IUCNന്റെ ഫുൾ ഫോമാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ. അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് പോർച്ചുഗൽ. അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് പോർച്ചുഗലാണ്. 2025 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് സ്കിൻ ഓഫ് യൂത്ത്. 2025 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് സ്കിൻ ഓഫ് യൂത്ത് ആണ്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറായാണ് പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ നൽകുക. കോളേജ് വിദ്യാർത്ഥികളാണ് പോസ്റ്റ് ഓഫീസ് ഡിസൈൻ ചെയ്തത്. QR കോഡ് സംവിധാനം, ഡിജിറ്റൽ സർവീസുകൾ, പുതിയ സ്റ്റാമ്പുകൾ തത്സമയം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന
മൈ സ്റ്റാമ്പ് പ്രിന്റർ എന്നിവയെല്ലാം കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വായനയ്ക്കായി പ്രത്യേകം ഇടവുമുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജെൻ സി പോസ്റ്റ് ഓഫീസ് കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. മയക്കുമരുന്നിനെതിരെ പോഡ പദ്ധതിക്ക് തുടക്കം. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പദ്ധതിക്ക് പോഡയ്ക്ക് തുടക്കമായി. പോഡയുടെ ഫുൾ ഫോമും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ 40 വയസ്സിന് താഴെയുള്ളവരുടെ സംഘടനയായ യങ് ഇന്ത്യൻസ് അവരുടെ സ്ഥാപനങ്ങളിൽ ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കും. പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്നവരിൽ നിന്ന് ലഹരി ഉപയോഗിക്കില്ലെന്ന സമ്മതപത്രം വാങ്ങും. കൂടാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും ഉണ്ടാവും. മയക്കുമരുന്നിനെതിരെ പോഡ പദ്ധതിക്ക് തുടക്കം. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസസ് പദ്ധതി പോഡ പദ്ധതിക്ക് തുടക്കമായി. അണുബോംബ് സ്ഫോടനങ്ങളെ ചെറുക്കുന്ന ദ്വീപ്. ആണവ സ്ഫോടനങ്ങളെ ചെറുക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ആദ്യ ആണവ പ്രതിരോധ കൃത്രിമ ദ്വീപ് ചൈന നിർമ്മിക്കുന്നു. ഏത് കാലാവസ്ഥയിലും ഗവേഷണ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനാണ് ദ്വീപിൻ്റെ നിർമ്മാണം. ലോകത്തിലെ ആദ്യത്തെ ചലിക്കുന്നതും സ്വയം പര്യാപ്തവുമായ കൃത്രിമ ദ്വീപായിരിക്കും ഇതെന്ന് ചൈന അവകാശപ്പെടുന്നു. 2028 ദ്വീപ് പ്രവർത്തനക്ഷമമാകും. ദ്വീപിന് 138 മീറ്റർ നീളവും 85 മീറ്റർ വീതിയും ഉണ്ടാകും. 78,000 ടൺ ഭാരവും ഇരട്ട അടിത്തട്ടും ഉണ്ടാവും. അണുബോംബ് സ്ഫോടനങ്ങളെ ചെറുക്കുന്ന ദ്വീപ്. ആണവ സ്ഫോടനങ്ങളെ ചെറുക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ആദ്യ ആണവ പ്രതിരോധ കൃത്രിമ ദ്വീപ് ചൈന നിർമ്മിക്കുന്നു. ഷെൻഗിൽ ടണൽ ഗതാഗതത്തിനായി തുറന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കമായ ചൈനയിലെ ടിയാൻഷൻ ഷെൻഗിൽ ടണൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സിൻജിയാങ് പ്രവിശ്യയിലുള്ള പാതയ്ക്ക് 22.13 കിലോമീറ്റർ നീളമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഉയ്ഗുർ സ്വയംഭരണ പ്രദേശമായ സിൻജിയാങ്ങിലെ മധ്യ ടിയാൻഷാൻ മലനിരകളിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാസമുള്ള ഹൈവേ ടണൽ എന്ന പ്രത്യേകതയും ഈ പാതയ്ക്കുണ്ട്. ഷെൻഗിൽ ടണൽ ഗതാഗതത്തിനായി തുറന്നു. ഷെൻഗിൽ ടണൽ എവിടെയാണ്? ചൈനയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കമായ ചൈനയിലെ ടിയാൻഷൻ ഷെൻഗിൽ ടണൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാസമുള്ള ഹൈവേ ടണൽ എന്ന പ്രത്യേകതയും ഈ പാതയ്ക്കുണ്ട്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര്. പുതിയ തൊഴിലുറപ്പ് നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിനു പകരം വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമമാണ് ഇനി ഉണ്ടാവുക. ഇത് BVG-RAMB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. VBG-RAMB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. പുതിയ നിയമം അനുസരിച്ച് ഏത് സമയത്തും തൊഴിലാളികൾക്ക് 125 തൊഴിൽ ദിവസങ്ങൾ ലഭിക്കും. പദ്ധതി ചെലവ് 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളും വഹിക്കണം.
2005 പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കിയത്. 2008 ഇത് രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചു. 2009 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയത്. അപ്പോൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര് എന്താണ്? VBG-RAMB എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര്. പുതിയ തൊഴിലുറപ്പ് നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിനു പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമമാണ് ഇനി ഉണ്ടാവുക. ഇത് VBG-RAMB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. പുതിയ നിയമം അനുസരിച്ച് ഏത് സമയത്തും തൊഴിലാളികൾക്ക് 125 തൊഴിൽ ദിവസങ്ങൾ ലഭിക്കും. പദ്ധതി ചെലവ് 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളും വഹിക്കണം. 2005 പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കിയത്. 2008 ഇത് രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. 2009 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയത്. ആരവല്ലി നിരകളിൽ ഖനനത്തിന് നിരോധനം. ഇന്ത്യയിലെ പഴക്കം ചെന്ന മലനിരകളിലൊന്നായ ആരവല്ലി മലനിരകളിൽ പുതിയ ഖനന ലൈസൻസ് അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ആരവല്ലി കടന്നു പോകുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറി. കുന്നുകൾക്കും മലനിരകൾക്ക് പുതുതായി നൽകിയ നിർവചനം ആരവല്ലി നിരകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് പരാതിപ്പെട്ട് പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. ആരവല്ലി നിരകളിൽ ഖനനത്തിന് നിരോധനം. ഇന്ത്യയിലെ പഴക്കം ചെന്ന മലനിരകളിലൊന്നായ ആരവല്ലി മലനിരകളിൽ പുതിയ ഖനന ലൈസൻസ് അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ആരവല്ലി കടന്നുപോകുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറി. ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാര കരാർ. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യം. ന്യൂസിലൻഡിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയുടെ 95%ന്റെയും ഇറക്കുമതി തീരുവ കുറച്ചേക്കും. ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാര കരാർ. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ന്യൂസിലൻഡിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ആണ്. ഓർത്തു വെച്ചോണം, ന്യൂസിലൻഡിലെ നിലവിലെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. ബ്ലൂബേർഡ് പേടകം ഭ്രമണപഥത്തിൽ. US ഇന്നവേറ്ററായ AST സ്പേസ് മൊബൈലിൻ്റെ പുതുതലമുറയിൽപ്പെട്ട ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് 6ന്റെ വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ബാഹുബലി എന്നറിയപ്പെടുന്ന ISROയുടെ LVM-3 റോക്കറ്റിൻ്റെ 6ാം വിക്ഷേപണമാണിത്. ഒരു ഇന്ത്യൻ ലോഞ്ചർ വഹിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത്. 6500 കിലോയാണ് പേലോഡിൻ്റെ ഭാരം. ടവറിൻ്റെ സഹായമില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് അതിവേഗ സെല്ലുലാർ സിഗ്നലുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ബ്ലൂബേർഡ് ഉപഗ്രഹം. ബ്ലൂബേർഡ് പേടകം ഭ്രമണപഥത്തിൽ. US ഇന്നവേറ്ററായ AST സ്പേസ് മൊബൈലിൻ്റെ പുതുതലമുറയിൽപ്പെട്ട ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് 6ന്റെ വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം.
ബാഹുബലി എന്നറിയപ്പെടുന്ന ISROയുടെ LVM-3 റോക്കറ്റിൻ്റെ 6ാം വിക്ഷേപണമാണിത്. ഒരു ഇന്ത്യൻ ലോഞ്ചർ വഹിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത്. 6500 കിലോയാണ് പേലോഡിൻ്റെ ഭാരം. ടവറിൻ്റെ സഹായമില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് അതിവേഗ സെല്ലുലാർ സിഗ്നലുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ബ്ലൂബേർഡ് ഉപഗ്രഹം. ഓക്കെ, അപ്പം ബ്ലൂബേർഡ് പേടകം ഭ്രമണപഥത്തിൽ. എന്താണ് ഈ ബ്ലൂബേർഡ് പേടകം? ടവറിൻ്റെ സഹായമില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് അതിവേഗ സെല്ലുലാർ സിഗ്നലുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ബ്ലൂബേർഡ് ഉപഗ്രഹം. ടവറിൻ്റെ സഹായമില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് അതിവേഗ സെല്ലുലാർ സിഗ്നലുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ബ്ലൂബേർഡ് ഉപഗ്രഹം. ബ്ലൂബേർഡ് ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപിച്ചത്. ബാഹുബലി എന്നറിയപ്പെടുന്നത് എന്താണ്? ബാഹുബലി എന്നറിയപ്പെടുന്നത് ISROയുടെ LVM-3 റോക്കറ്റാണ് കേട്ടോ. ISROയുടെ LVM-3 റോക്കറ്റാണ് ബാഹുബലി എന്നറിയപ്പെടുന്നത്. അഗർബത്തികൾക്ക് സ്റ്റാൻഡേർഡ് നമ്പർ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അഗർബത്തികൾക്ക് സ്റ്റാൻഡേർഡ് നമ്പർ പ്രഖ്യാപിച്ചു. IS 19412:2025 എന്നതാണ് ഗുണമേന്മയുള്ള അഗർബത്തികൾക്കുള്ള നമ്പർ. മനുഷ്യ ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന പദാർത്ഥങ്ങളുടെ സാന്നിധ്യം അഗർബത്തികളിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നിവ മുൻനിർത്തിയാണ് തീരുമാനം. ഈ മാനദണ്ഡം പാലിക്കുന്ന അഗർബത്തികൾക്ക് BIS സ്റ്റാൻഡേർഡ് മാർക്ക് ലഭിക്കും. അപ്പോൾ അഗർബത്തികൾക്ക് സ്റ്റാൻഡേർഡ് നമ്പർ എന്താണ്? അഗർബത്തികൾക്കുള്ള സ്റ്റാൻഡേർഡ് നമ്പർ IS 19412:2025. IS 19412:2025 ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്പറായിട്ട് ഇങ്ങനെ 19412 ഓർത്ത് വയ്ക്കാൻ വലിയ പാടാട്ടോ. നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. IS 19412:2025. ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ജില്ലാ ആശുപത്രി. രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എന്ന നേട്ടം എറണാകുളം ജില്ലാ ആശുപത്രി സ്വന്തമാക്കി. കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിക്കാണ് മാറ്റിവെച്ചത്. രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെയുള്ള വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടവും എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രി നേടിയിരുന്നു. ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ജില്ലാ ആശുപത്രി. ഏത് ജില്ലാ ആശുപത്രിയാണ്? എറണാകുളം ജില്ലാ ആശുപത്രി. രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എന്ന നേട്ടം എറണാകുളം ജില്ലാ ആശുപത്രി സ്വന്തമാക്കി. രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എന്ന നേട്ടം എറണാകുളം ജില്ലാ ആശുപത്രി സ്വന്തമാക്കി. കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിക്കാണ് മാറ്റിവെച്ചത്. രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെയുള്ള വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടവും എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രി നേടിയിരുന്നു. G20 കൂട്ടായ്മയുടെ 2025 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ജോഹന്നസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക.
സോളിഡാരിറ്റി, ഇക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നതാണ് നവംബർ 22, 23 തീയതികളിൽ നടന്ന ഉച്ചകോടിയുടെ വിഷയം. ആഫ്രിക്കൻ വൻകരയിൽ നടന്ന ആദ്യ G20 ഉച്ചകോടി കൂടിയാണിത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ ന്യൂനപക്ഷത്തെ വംശഹത്യ ചെയ്യുന്നു എന്നാരോപിച്ച് യു എസ് ഉച്ചകോടി ബഹിഷ്കരിച്ചിരുന്നു. അന്താരാഷ്ട്ര കൂട്ടായ്മയായ G20യിൽ US-ഉം ഇന്ത്യയും ചൈനയും അടക്കം 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും അംഗങ്ങളാണ്. ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെട്ട കൂട്ടായ്മയായ IBSAയുടെ നേതൃത്വ യോഗത്തിലും പങ്കെടുത്തു. 3 ഭൂഖണ്ഡങ്ങളെ ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്കയെ പ്രതിനിധാനം ചെയ്യുന്ന ഇബ്സ 2003 ജൂൺ 6 നിലവിൽ വന്നത്. G20 കൂട്ടായ്മയുടെ 2025 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ. സോളിഡാരിറ്റി, ഇക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നതാണ് നവംബർ 22, 23 തീയതികളിൽ നടന്ന ഉച്ചകോടിയുടെ വിഷയം. ആഫ്രിക്കൻ വൻകരയിൽ നടന്ന ആദ്യ G20 ഉച്ചകോടി കൂടിയാണിത്. ഏതാണ്? ദക്ഷിണാഫ്രിക്കയിൽ 2025 നടന്ന G20 ഉച്ചകോടി. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ ന്യൂനപക്ഷത്തെ വംശഹത്യ ചെയ്യുന്നു എന്നാരോപിച്ച് US, അമേരിക്ക ഉച്ചകോടി ബഹിഷ്കരിച്ചായിരുന്നു. കാരണം എന്താ? ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ ന്യൂനപക്ഷത്തെ വംശഹത്യ ചെയ്യുന്നത് കാരണം. അന്താരാഷ്ട്ര കൂട്ടായ്മയായ G20യിൽ US-ഉം ഇന്ത്യയും ചൈനയും അടക്കം 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും അംഗങ്ങളാണ്. അന്താരാഷ്ട്ര കൂട്ടായ്മയായ G20യിൽ US-ഉം ഇന്ത്യയും ചൈനയും അടക്കം 19 രാജ്യങ്ങളും ഉണ്ട്. കൂടെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും അംഗങ്ങളാണ്. ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെട്ട കൂട്ടായ്മയായ ഇബ്സയുടെ നേതൃത്വ യോഗത്തിലും പങ്കെടുത്തു. ഇബ്സയിൽ ആരൊക്കെയാണുള്ളത്? ഇബ്സ എന്ന സംഘടനയിൽ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇബ്സയിൽ ആരൊക്കെയാണ്? ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. 3 ഭൂഖണ്ഡങ്ങളെ ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക പ്രതിനിധാനം ചെയ്യുന്ന ഇബ്സ 2003 ജൂൺ 6 നിലവിൽ വന്നത്. ഇബ്സ നിലവിൽ വന്നതെന്നാണ് 2003 ജൂൺ 6. നൂർ ഇനായത്ത് ഖാൻ. 2ാം ലോക മഹായുദ്ധകാലത്തെ നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ച് മൈസൂരുവിലെ ടിപ്പു സുൽത്താന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. പേര് നൂർ ഇനായത്ത് ഖാൻ. ഇന്ത്യൻ സൂഫി വര്യന്റെ മകളായി 1914 മോസ്കോയിൽ ജനിച്ച നൂർ 2ാം ലോക യുദ്ധകാലത്ത് ഹിറ്റ്ലർ ഫ്രാൻസ് കൈയടക്കിയപ്പോൾ കുടുംബത്തോടൊപ്പം ഇംഗ്ലണ്ടിലെത്തി ബ്രിട്ടീഷ് ചാരസംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് അധിനിവേശ ഫ്രാൻസിൽ നുഴഞ്ഞു കയറി റേഡിയോ ഓപ്പറേറ്ററായി ജോലി ചെയ്തുകൊണ്ട് ബ്രിട്ടനും ഫ്രാൻസിനും വേണ്ടി പ്രവർത്തിച്ചു. നാസികൾ പിടികൂടി തടങ്കൽ പാളയത്തിൽ അടച്ചു. 1944 30-ാം വയസ്സിൽ വധിക്കപ്പെട്ടു. ധീരതയ്ക്കുള്ള ആദരവായി ഫ്രാൻസ് റെസിസ്റ്റൻസ് മെഡലും പരമോന്നത സിവിലിയൻ ബഹുമതിയായ ക്വാഡാഗറും നൽകി. നൂർ ഇനായത്ത് ഖാൻ 2ാം ലോക മഹായുദ്ധകാലത്തെ നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ച് മൈസൂരുവിലെ ടിപ്പു സുൽത്താന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. പേര് നൂർ ഇനായത്ത് ഖാൻ. ധീരതയ്ക്കുള്ള ആദരവായി ഫ്രാൻസ് റെസിസ്റ്റൻസ് മെഡലും പരമോന്നത സിവിലിയൻ ബഹുമതിയായ ക്വാഡാഗറും നൽകി. ആർക്കാണ്? നൂർ ഇനായത്ത് ഖാൻ. വൈക്കം സത്യാഗ്രഹ സമാപനത്തിന്റെ 100-ാം വാർഷികം എന്നായിരുന്നു? 2025 നവംബർ 23. 1924 മാർച്ച് 30 ആരംഭിച്ച സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ച സത്യാഗ്രഹം 1925 നവംബർ 23 വരെ 603 ദിവസം
നീണ്ടുനിന്നു. ടി.കെ. മാധവന്റെ മനസ്സിൽ രൂപമെടുത്ത് ഗാന്ധിജിയുടെ മാർഗദർശനത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹാശിരസ്സുകളോടെ കോൺഗ്രസ് പ്രവർത്തകരാൽ സത്യാഗ്രഹം മുന്നേറി. 1924 ഏപ്രിൽ 12 17 അനുയായികൾക്കൊപ്പം പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തി. 1925 മാർച്ച് 9 വൈക്കത്തെത്തിയ ഗാന്ധിജി പിറ്റേന്ന് അയിത്താചരണത്തിനെതിരെ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചു. മാർച്ച് 12 ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹ സമാപനത്തിന്റെ 100ാം വാർഷികം എന്നായിരുന്നു 2025 നവംബർ 23. 1924 മാർച്ച് 30 ആരംഭിച്ച സത്യാഗ്രഹം 1925 നവംബർ 23 വരെ 603 ദിവസം നീണ്ടു നിന്നു. ഇപ്പം വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ച സത്യാഗ്രഹം 1925 നവംബർ 23 വരെ നീണ്ടു നിന്നു. അതായത് 603 ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. 603 ദിവസം. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ, അങ്ങനെ 603 ദിവസം വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നു. ടി.കെ. മാധവന്റെ മനസ്സിൽ രൂപമെടുത്ത് ഗാന്ധിജിയുടെ മാർഗദർശനത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹാശിരസ്സുകളോടെ കോൺഗ്രസ് പ്രവർത്തകരാൽ സത്യാഗ്രഹം മുന്നേറി. 1924 ഏപ്രിൽ 12 17 അനുയായികൾക്കൊപ്പം പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തി. 1925 മാർച്ച് 9 വൈക്കത്തെത്തിയ ഗാന്ധിജി പിറ്റേന്ന് അയിത്താചരണത്തിനെതിരെ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചു. മാർച്ച് 12 ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. അപ്പം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതെന്നാണ് 1925 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. കേംബ്രിഡ്ജ് നിഘണ്ടുവിൻ്റെ 2025 വാക്കായി വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാസോഷ്യൽ. നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത പ്രശസ്തരോട് തോന്നുന്ന ഏകപക്ഷീയമായ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണിത്. കേംബ്രിഡ്ജ് നിഘണ്ടുവിൻ്റെ 2025 വാക്കായി വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാസോഷ്യൽ. നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത പ്രശസ്തരോട് തോന്നുന്ന ഏകപക്ഷീയമായ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണിത്. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം കുറാസാവോ. പുതിയ കണക്കുകൾ പ്രകാരം ഡച്ച് കരീബിയൻ ദ്വീപ് രാജ്യമായ ഇവിടുത്തെ ജനസംഖ്യ 1,56,115 വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്റർ. 3.5 ലക്ഷം ജനസംഖ്യയുള്ള ഐസ്ലൻഡിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്താണ്, ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം കുറാസാവോ. അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം കുറാസാവോ. ജനസംഖ്യ കുറഞ്ഞത് കുറാസാവോ. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ്? US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലായിട്ടാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. 2025 നവംബറിൽ നടന്ന ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്? തേജസ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ലഘു യുദ്ധവിമാനം 2016 വ്യോമസേനയുടെ ഭാഗമായത്. 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്? തേജസ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ലഘു യുദ്ധവിമാനം 2016 വ്യോമസേനയുടെ ഭാഗമായത്.
2025 വിശ്വസുന്ദരി പട്ടം മിസ് യൂണിവേഴ്സ് നേടിയത് ഫാത്തിമ ബോഷ്. തായ്ലൻഡിൽ നടന്ന 74ാം വിശ്വസുന്ദരി മത്സരത്തിലാണ് മിക്സ് മെക്സിക്കോ കൂടിയായ ഫാത്തിമ 25 വയസ്സ് കിരീടം നേടിയത്. പ്രവീണർ സിംഗ് ഫസ്റ്റ് റണ്ണറപ്പും സ്റ്റെഫാനി അബസാലി സെക്കൻഡ് റണ്ണറപ്പുമായി. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത മണിക വിശ്വകർമ്മയ്ക്ക് ആദ്യ 12-ൽ എത്താനായില്ല. 2025 വിശ്വസുന്ദരി പട്ടം മിസ് യൂണിവേഴ്സ് നേടിയതാരാണ്? ഫാത്തിമ ബോഷ്. തായ്ലൻഡിൽ നടന്ന 74ാമത് വിശ്വസുന്ദരി മത്സരത്തിലാണ് മിസ് മെക്സിക്കോ കൂടിയായ ഫാത്തിമ കിരീടം നേടിയത്. പ്രവീണർ സിംഗ് തായ്ലൻഡ് ഫസ്റ്റ് റണ്ണറപ്പും സ്റ്റെഫാനി അബസാലി വെനിസുല സെക്കൻഡ് റണ്ണറപ്പുമായി. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് മണിക വിശ്വകർമ്മ. രാജസ്ഥാനിലുള്ള മണിക വിശ്വകർമ്മയാണ് ഇന്ത്യനെ പ്രതിനിധാനം ചെയ്തത്. അവർക്ക് ആദ്യ 12-ൽ എത്താനായില്ല. അപ്പോൾ ഓർത്ത് വെച്ചോണം, 2025 വിശ്വസുന്ദരി പട്ടം നേടിയിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷാണ്. ഫാത്തിമ. 74ാമത് വിശ്വസുന്ദരി മത്സരമായിരുന്നു. വിശ്വസുന്ദരി മത്സരം നടന്ന രാജ്യം ഏതാണ്? 2025 നടന്ന രാജ്യം തായ്ലൻഡിലാണ്. തായ്ലൻഡിൽ വെച്ചാണ് വിശ്വസുന്ദരി മത്സരം 2025 നടന്നത്. മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷാണ്. ഫാത്തിമ ബോഷ് മെക്സിക്കോയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതുപോലെ അത് 74ാമത് വിശ്വസുന്ദരി മത്സരമായിരുന്നു. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് മണിക വിശ്വകർമ്മയാണ്. ഫസ്റ്റ് റണ്ണറപ്പ് പ്രവീണർ സിംഗ്, സെക്കൻഡ് റണ്ണറപ്പ് സ്റ്റെഫാനി അബസാലി. ഇന്ത്യയുടെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ 24-ന് ചുമതലയേറ്റത്? 53ാമത്. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ സൂര്യകാന്ത് 2018-ൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി. 2019 മുതൽ സുപ്രീം കോടതി ജഡ്ജിയാണ്. 2027 ഫെബ്രുവരി 9-ന് വിരമിക്കും. ഇന്ത്യയുടെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ 24-ന് ചുമതലയേറ്റത്? 53ാമത്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസാണ്. ഹരിയാന സ്വദേശിയാണ്. 2027 ഫെബ്രുവരി 9-ന് വിരമിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ. കാഴ്ചപരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചത് ആരെ തോൽപ്പിച്ചാണ്? നേപ്പാളിന്. കൊളംബോയിലായിരുന്നു മത്സരം നടന്നത്. കാഴ്ചപരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചത് ആരെ തോൽപ്പിച്ചുകൊണ്ടാണ്? നേപ്പാളിന്. കേന്ദ്ര സർക്കാർ എത്ര തൊഴിൽ ചട്ടങ്ങളാണ്, ലേബർ കോഡുകളാണ് നവംബർ 21-ന് പ്രാബല്യത്തിൽ വരുത്തിയത്? 4. 2019-ലും 2020-ലുമായി പാർലമെന്റ് പാസാക്കിയ ചട്ടങ്ങൾ 40 കോടി തൊഴിലാളികളെ ബാധിക്കും. 2019-ലെ വേതനച്ചട്ടം, 2020-ലെ വ്യവസായ ബന്ധ ചട്ടം, സാമൂഹിക സുരക്ഷാ ചട്ടം, ജോലി സംബന്ധമായ സുരക്ഷ, ആരോഗ്യ പ്രവർത്തന സാഹചര്യം സംബന്ധിച്ച ചട്ടം എന്നിവയാണ് പ്രാബല്യത്തിലായത്. നിലവിലുണ്ടായിരുന്ന 29 നിയമങ്ങൾക്ക് പകരമായുള്ളതാണ് 4 പുതിയ ചട്ടങ്ങൾ. കേന്ദ്ര സർക്കാർ എത്ര തൊഴിൽ ചട്ടങ്ങളാണ്, ലേബർ കോഡുകളാണ് നവംബർ 21-ന് പ്രാബല്യത്തിൽ വരുത്തിയത്? 4. 2025 നവംബറിൽ ഏത് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ അവതരണത്തിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയത്? ചണ്ഡീഗഡ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സംയുക്ത തലസ്ഥാനമാണ് കേന്ദ്രഭരണ പ്രദേശം കൂടിയായ ചണ്ഡീഗഡ്. 1984 മുതൽ പഞ്ചാബ് ഗവർണറാണ് അഡ്മിനിസ്ട്രേറ്റർ. ഭരണഘടനയുടെ 240-ാം അനുച്ഛേദത്തിന്റെ പരിധിയിലാക്കി ഇവിടെ മാത്രമായുള്ള
നിയമങ്ങൾ നേരിട്ട് രൂപവൽക്കരിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം ലഭിക്കും. നിയമസഭകളില്ലാത്ത ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിലെ പോലെ ചണ്ഡീഗഡും കേന്ദ്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനായിരുന്നു നീക്കം. 2025 നവംബറിൽ ഏത് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ അവതരണത്തിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയത്? ചണ്ഡീഗഡ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സംയുക്ത തലസ്ഥാനമാണ് കേന്ദ്രഭരണ പ്രദേശം കൂടിയായ ചണ്ഡീഗഡ്. ഏപ്രിൽ 14 1500 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആണ്ടുപോയ ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ലഭിച്ച ഒരു വസ്തുവിന് അടുത്തിടെ ലണ്ടനിൽ നടത്തിയ ലേലത്തിൽ 17.8 ലക്ഷം പൗണ്ട്, ഏകദേശം 20.9 കോടി രൂപ ലഭിച്ചു. ലേലവസ്തു ഏത്? സ്വർണ്ണ പോക്കറ്റ് വാച്ച്. ഇസിഡോർ സ്ട്രോസ് എന്ന ബവേറിയയിൽ ജനിച്ച അമേരിക്കൻ വ്യവസായിക്ക് ഭാര്യ ഐഡ സമ്മാനിച്ച ജൂൾ ജൂർഗൻസൺ കമ്പനി 18 ക്യാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ചതായിരുന്നു വാച്ച്. ദുരന്തത്തിൽ ഇരുവരും മരിച്ചു. 1912 ഏപ്രിൽ 14 1500 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആണ്ടുപോയ ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ലഭിച്ച ഒരു വസ്തുവിന് അടുത്തിടെ ലണ്ടനിൽ നടത്തിയ ലേലത്തിൽ 17.8 ലക്ഷം പൗണ്ട്, ഏകദേശം 20.9 കോടി രൂപ ലഭിച്ചു. ലേലവസ്തു ഏതാണ്? സ്വർണ്ണ പോക്കറ്റ് വാച്ച്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്